അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സിലെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഏറ്റവും വലിയ ഹെഡ് ഓഫ് ഇൻകമാണ് PGBP. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഹെഡിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാലറിയാണ് ഒന്നാമത്തെ ഹെഡ്, സെക്ഷൻ 15 തൊട്ട് 17 വരെ. രണ്ടാമത്തെ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്, സെക്ഷൻ 22 തൊട്ട് 27 വരെ. ഇതിനിടയിൽ 18 തൊട്ട് 21 സെക്ഷൻസ് ഇല്ല. 22 മുതൽ 27 കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ 28 മുതലാണ് നമ്മുടെ ചാർജബിലിറ്റിയാണ്. 28 ഓഫ് PGBP ചാർജബിലിറ്റിയാണ്. 28 തൊട്ട് 44 വരെയുള്ള പ്രൊവിഷൻസ് ആണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ PGBP എന്ന് പറയുന്നത്. അപ്പോൾ 28 തൊട്ട് 44 വരെ വരുന്ന ഈ പ്രൊവിഷൻസ് അനുസരിച്ച് PGBP. ഇനി നാലാമത്തെ ഹെഡ് നമുക്കറിയാം 45 തൊട്ട് 55 വരെ ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. 56 മുതൽ 59 വരെയുള്ള സെക്ഷൻസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇങ്ങനെയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഇൻകത്തിന് 5ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ബേസിക്സിൽ നമ്മൾ നോക്കിയതാണ്. നമ്മൾ 2 ഹെഡ് കഴിഞ്ഞു, സാലറി കഴിഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. മൂന്നാമത്തെ ഹെഡാണ് PGBP. അപ്പോൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ PGBP. ഈ ഹെഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ സെക്ഷൻ്റെ സ്ട്രക്ചർ എങ്ങനെ? സാധാരണ നമ്മൾ എല്ലാ ഹെഡും പഠിക്കുന്നതിന് മുമ്പ് ആ ഹെഡിനകത്ത് പഠിക്കാനുള്ള സെക്ഷൻസും അതിൻ്റെ കാര്യങ്ങൾ നോക്കും. അതുപോലെ നമ്മൾ PGBPയിലേക്ക് പോവാണ്. അപ്പോൾ PGBPയുടെ ഒരു പ്രൈമറി അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയുവാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ചാർജബിലിറ്റിയാണ്. അപ്പോൾ ചാർജബിലിറ്റിയെ ഗവേൺ ചെയ്യുന്നത് ഈ സെക്ഷനിൽ ഈ ഹെഡിൽ 2 സെക്ഷൻസ് വരാം. ഒന്ന് സെക്ഷൻ 28 ബേസിക്സ് ആയിട്ടുള്ള ചാർജബിലിറ്റി. 10-12ഓളം ഇൻകം ഈ സെക്ഷൻ 28 പറയുന്നുണ്ട്. അത്രയും ഇൻകം നമ്മുടെ ഈ ഹെഡിൽ തന്നെ എടുക്കണം. അപ്പോൾ വാട്ട് ആർ ദ ഇൻകം വിച്ച് ആർ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP എന്ന് പറയുന്നതാണ് ചാർജബിലിറ്റി. അതാണല്ലോ സെക്ഷൻ 28. നമുക്കറിയാം എല്ലാ ഹെഡിനും ചാർജബിലിറ്റി ഉണ്ട്. എല്ലാ ഹെഡിനെയും തുടങ്ങുന്ന ആദ്യത്തെ സെക്ഷൻ ചാർജബിലിറ്റി ആയിരിക്കും. സാലറിയുടെ തുടങ്ങുന്ന സെക്ഷൻ 15 ആണ്, അത് സാലറിയുടെ ചാർജബിലിറ്റിയാണ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ തുടങ്ങുന്ന സെക്ഷൻ 22 ആണ്, അത് ചാർജബിലിറ്റിയാണ്. PGBPയുടെ 28 ആണ്. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ്റെ 45 ആണ്, അതർ സോഴ്സിൻ്റെ 56 ആണ്. അപ്പോൾ എല്ലാ ഹെഡിൻ്റെയും തുടങ്ങുന്ന ആദ്യത്തെ സെക്ഷൻ ചാർജബിലിറ്റി സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ PGBPയുടെ ചാർജബിലിറ്റി സെക്ഷൻ 2 സെക്ഷനാണ്. ഒന്ന് സെക്ഷൻ 28, മറ്റൊന്ന് സെക്ഷൻ 41. ഈ 41നെ ഡീംഡ് പ്രോഫിറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്തായാലും അതും PGBPയുടെ ഇൻകം സൈഡ് അല്ലെങ്കിൽ ചാർജബിലിറ്റിയാണ്. വാട്ട് ആർ ദി ഇൻകം വിച്ച് ആർ ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് അത് പറയുന്ന കൂട്ടത്തിലാണ് 2 സെക്ഷൻ 28ഉം 41ഉം. ഇനി ഇത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹെഡിനകത്ത് പഠിക്കുന്ന രണ്ടാമത്തെ നമ്മുടെ ഏരിയ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഈ ഹെഡിൽ എങ്ങനെയാണ് ഇൻകം കണ്ടുപിടിക്കേണ്ടത് അത് പറയുന്നത് സെക്ഷൻ 29ലാണ്. ആക്ച്വലി നമ്മുടെ PGBPക്കകത്ത് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് 2 രീതിയിൽ നമുക്ക് PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ഹെഡിൽ നിന്നെല്ലാം വിഭിന്നമായി PGBP എന്ന് പറയുന്ന ഹെഡിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം 80% ഓഫ് ദിസ് ചാപ്റ്റർ പഠിച്ചിരിക്കണം. ചാപ്റ്ററിൻ്റെ 80% അത് മേജർ ഏരിയ പഠിച്ചു കഴിഞ്ഞാലേ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ അവസാനമായിരിക്കും പോവുക. ആ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് 2 മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ. എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. പക്ഷേ നമ്മൾ അതും അറിഞ്ഞിരിക്കണം, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് PGBP ഹെഡിനകത്ത്. അത് കഴിഞ്ഞാൽ അപ്പം 28 ചാർജബിലിറ്റി, 29 കമ്പ്യൂട്ടേഷൻ, ഇതിനിടയിൽ 41 എന്ന് പറയുന്ന സെക്ഷനും ചാർജബിലിറ്റിയുടെ സൈഡിൽ വരുന്ന ഒരു സെക്ഷനാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഈ ഹെഡിനകത്ത് നമ്മൾ അടുത്ത് പഠിക്കുന്ന ടോപ്പിക്ക് സ്പെസിഫിക് ഡിഡക്ഷൻസ് എന്നാണ്. ഇപ്പം നമുക്ക് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ അറിയാം. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെഡിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളെയാണ് ഡിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി 2 ഹെഡ് ഫിനിഷ് ചെയ്തല്ലോ. അതിൽ ആദ്യത്തെ ഹെഡ് സാലറിയുടെ ഡിഡക്ഷൻ്റെ സെക്ഷൻ ഏതാ? 16. സെക്ഷൻ 16ൽ 3 ഡിഡക്ഷൻ തരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ. 2 എന്റർടൈൻമെന്റ് അലവൻസ്, ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രം ഡിഡക്ഷൻ കിട്ടുന്നു 1/5 ഓഫ് സാലറി അല്ലെങ്കിൽ 20% ഓഫ് ബേസിക്. 5,000 രൂപ എന്റർടൈൻമെന്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്. ഇതിന്റെ ലീസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയിക്ക് ഡിഡക്ഷൻ കിട്ടുന്നു. അതുപോലെ എല്ലാ എംപ്ലോയീസിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. മൂന്നാമതൊരു ഡിഡക്ഷൻ കൂടി സെക്ഷൻ 16 നമ്മൾ പഠിച്ചായിരുന്നു. അതായത് പ്രൊഫഷൻ ടാക്സ് പെയ്ഡ് അല്ലെങ്കിൽ ടാക്സ് പെയ്ഡ് ഓൺ എംപ്ലോയ്മെന്റ്. അപ്പോൾ അതാണ് നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷൻ സാലറി ഹെഡിലുണ്ടായിരുന്നു. ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രധാനപ്പെട്ട ഡിഡക്ഷന്റെ സെക്ഷൻ 24ആണ്. ശരിക്കും 24ൽ 2 ഡിഡക്ഷനാണ് പറയുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. രണ്ടാമത് അവിടെ പറയുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വീടിന്റെ പെർച്ചേസിനോ കൺസ്ട്രക്ഷനോ റിപ്പയറിനോ റിനോവേഷനോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. അവിടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1/5 കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് ഫുള്ള്.
ലെറ്റർ പ്രോപ്പർട്ടിക്കും ഡീംഡ് ലെറ്റർ പ്രോപ്പർട്ടിക്കും ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ ലിമിറ്റ് ഇല്ല. ബട്ട് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് 30,000 അല്ലെങ്കിൽ 2 lakhs എന്ന് പറയുന്ന ലിമിറ്റ് വെച്ച് റെസ്ട്രിക്ട് ചെയ്യും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പം പ്രധാനമായി ഹൗസ് പ്രോപ്പർട്ടിയിൽ 24 ഡിഡക്ഷൻ. ശരിക്കും 23 ഒരു കുഞ്ഞ് ഡിഡക്ഷൻ ഉണ്ട്. ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ നെറ്റ് ആനുവൽ വാല്യൂ ആക്കുന്ന വേണ്ടി നമുക്ക് മുനിസിപ്പൽ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, സിവറേജ് ടാക്സ് പെയ്ഡ് കുറയ്ക്കാം. അപ്പോൾ അതാണ് അവിടുത്തെ ഡിഡക്ഷൻ. ഏത് ഹെഡിന്റെ? ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷൻ. അപ്പോൾ സാലറി ഡിഡക്ഷൻ 16, ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻ 23-ലെ മുനിസിപ്പൽ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, സിവറേജ് ടാക്സ് പെയ്ഡും 24-ലെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റുമാണ്. വെൻ ഇറ്റ് ഇസ് കം ടു PGPP ഇഷ്ടം മാതിരി ഡിഡക്ഷൻ ഉണ്ട്. കാര്യം എന്തുവാ? ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന ഹെഡല്ലേ ഇത്. ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സോഴ്സ് ബിസിനസ് ഓർ പ്രൊഫഷനാണ്. ഈ ഹെഡിന്റെ പ്രത്യേകം എന്താ? ലിമിറ്റേഷൻ ഇല്ല. ഈ ഹെഡിൽ എത്ര വേണോ ഇൻകം വരും. കാരണം ബിസിനസ്സാണ്. അതുപോലെ ലോസും സംഭവിക്കാം. അപ്പോൾ പല തരത്തിൽ ബിസിനസ് ഉണ്ട്. 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. ഒരുപാട് പേര്, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ചെയ്യുന്ന ബിസിനസ്സാണ്. കമ്പനികൾ ചെയ്യാം, പാർട്ണർഷിപ്പ് ഫേം ചെയ്യാം, LLP ചെയ്യാം, HUF ചെയ്യാം, ഇൻഡിവിജ്വൽസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു മുറുകാങ്കണ്ടായിട്ടിരിക്കുന്ന ചെറിയ കടക്കാരനും വലിയ ടാറ്റ, ബിർള, റിലയൻസ് ഇവർക്കെല്ലാവർക്കും ഉള്ള ഒറ്റ ഹെഡാണ് PGPP ആണ്. ഇപ്പോൾ PGPPയിൽ ഒരുപാട് എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ എക്സ്പെൻസുകൾ കുറയ്ക്കാം, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതിൽ കൃത്യമായി എക്സ്പെൻസിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന എക്സ്പെൻസുകൾ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഡിഡക്ഷൻ. അപ്പോൾ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായി പറയും, എടുത്തു പറയും, സ്പെസിഫിക്കലി പ്രത്യേകിച്ച് എടുത്തു പറയും. അപ്പോൾ പ്രത്യേക ഡിഡക്ഷൻസ്, അതാണ് സ്പെസിഫിക് ഡിഡക്ഷൻസ്. സ്പെസിഫിക് ഡിഡക്ഷൻസ് തുടങ്ങുന്ന സെക്ഷൻ 30-ലാണ്. 30, സെക്ഷൻ 31, സെക്ഷൻ 32 പ്രധാനമായി ഡിപ്രീസിയേഷനാണത്. പിന്നെ 32 AD എന്ന് പറയുന്ന സെക്ഷൻ, പിന്നെ 32 AD കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 35, പിന്നെ സെക്ഷൻ 35 AD, പിന്നെ സെക്ഷൻ 35 CCA, പിന്നെ സെക്ഷൻ 35 CCC, പിന്നെ 35 സെക്ഷൻ 35 CCAയും CCCയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നേരെ പോകുന്ന സെക്ഷൻ 35D ആണ്, 35D, പിന്നെ സെക്ഷൻ 35DDA, പിന്നെ സെക്ഷൻ 36. ശരിക്കും ഇത്രയുമായി ഇതുവരെ വരുന്നതാണ്. അതിൽ 32 എന്നുള്ള സെക്ഷനുമായി കണക്ട് ചെയ്ത് 43 എന്ന് പറഞ്ഞ സെക്ഷൻ കൂടി വരും. അപ്പോൾ 30 മുതൽ 36 വരെയാണ് സ്പെസിഫിക് ഡിഡക്ഷൻസ്. 30, 31, 32. അതിൽ 30 എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബിസിനസ്സിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിശാലമായിട്ട് പഠിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണ്. സെക്ഷൻ 30-ൽ ബിൽഡിംഗ് ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചെലവുകൾ ഇൻകം ടാക്സിന് അനുവദിക്കുമെന്ന് പറയുന്നതാണ് 30. 31 എന്ന് പറഞ്ഞാൽ പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ ബിസിനസ്സിന് ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 എക്സ്പെൻഡിച്ചറുകൾ തരുന്നതാണ് 31. 32 വളരെ പ്രധാനപ്പെട്ട സ്പെസിഫിക് ഡിഡക്ഷനാണ്, ഡിപ്രീസിയേഷനാണ്. 32 AD എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന തുടങ്ങിയ ബാക്ക്വേർഡ് സംസ്ഥാനങ്ങളിൽ പുതുതായിട്ട് മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നവർക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഡക്ഷനാണ് 32 AD. 35 ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിസർച്ച്, സയന്റിഫിക് റിസർച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് 35. 35 AD സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. 14 ബിസിനസ്സുകൾ ഒരു പ്രത്യേക ബിസിനസ്സാണ്, ഭയങ്കര ഡിഡക്ഷനാണ്. പ്രധാനമായി ക്യാപിറ്റൽ അസറ്റുകൾക്കാണ് അവിടെ ഡിഡക്ഷൻ തരുന്നത് 35 AD. 35 CC എന്ന് പറഞ്ഞാൽ നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ്, നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നതാണ് 35 CCA. CCC എന്ന് പറഞ്ഞാൽ നോട്ടിഫൈഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ് CCC. പിന്നെ 35D, അവിടെ 35 CCയുടെ കൂടെ 35 CCD എന്നൊരു സെക്ഷനും ഉണ്ട്, നോട്ടിഫൈഡ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറയും. പിന്നെ 35D എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിന്റെ അമോർട്ടൈസേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചറാണ് 35D. 35DD എന്ന് പറഞ്ഞാൽ നമ്മുടെ VRS കോമ്പൻസേഷൻ പെയ്ഡ്, അതിനെ PGBPയിൽ അമോർട്ടൈസ് ചെയ്യാം. ഈ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് റൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ 36 അതർ ഡിഡക്ഷൻസ് എന്ന് പറയും. ഈ 36 എന്ന് പറയുന്ന അതർ ഡിഡക്ഷൻസ് കുറച്ച് വലിയ സെക്ഷനാണ്. കാരണം ഈ അതർ ഡിഡക്ഷൻ എന്നുള്ള 36 എന്നുള്ള സെക്ഷൻ അകത്ത് മാത്രം ഏതാണ്ട് 13ഓളം ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ഓരോന്നാണ്. ബട്ട് 36-ൽ 13ഓളം ആയിട്ടുണ്ട്. കുറച്ച് വലിയ ഡിഡക്ഷനാണ് അതർ ഡിഡക്ഷൻ. അപ്പോൾ 30 തൊട്ട് 36 വരെ സ്പെസിഫിക് ഡിഡക്ഷൻസ്. എന്താ സ്പെസിഫിക് ഡിഡക്ഷൻ എന്ന് വിളിക്കാൻ കാരണം? പ്രത്യേകിച്ച് എക്സ്പെൻസിന്റെ പേര് പറയും, ആ പേര് പറഞ്ഞ എക്സ്പെൻസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് വൈ സ്പെസിഫിക് ഡിഡക്ഷൻ. അപ്പോൾ സ്പെസിഫിക് ഡിഡക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് 37 എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ജനറൽ ഡിഡക്ഷൻ എന്നാണ്. അപ്പോൾ സ്പെസിഫിക്കും ഡിഡക്ഷനാണ്, ജനറലും ഡിഡക്ഷനാണ്. അപ്പോൾ എന്താ ആ വേർഡിന്റെ വ്യത്യാസം? സ്പെസിഫിക് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എക്സ്പെൻസുകൾ തരാമെന്ന് പേരെടുത്ത് കൃത്യമായി പറയും. ആ പറയുന്ന എക്സ്പെൻസുകൾ മാത്രം ക്ലെയിം ചെയ്യുന്ന സ്പെസിഫിക് ഡിഡക്ഷൻ. അപ്പോൾ എന്താ സാർ ജനറൽ ഡിഡക്ഷൻ? എക്സ്പെൻസിന്റെ പേരൊന്നും പറയുകയില്ല,
ബിസിനസ്സിന് വേണ്ടിയാ ചെലവാക്കിയ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാ, ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് പർപ്പസാ, റവന്യൂ ഇൻ നാച്ചറാ, എങ്കിൽ അങ്ങനത്തെ ഏത് എക്സ്പെൻസും ക്ലെയിം ചെയ്യാം. അപ്പോൾ പ്രാക്ടിക്കലി 30 തൊട്ട് 36 വരെയുള്ള ഒരുപിടി സെക്ഷൻസ് അല്ലെങ്കിൽ ഒരുപിടി എക്സ്പെൻസുകൾ അത് മാത്രമല്ല ഒരു ബിസിനസ്സിന് ചിലവാകുന്നത്. വേറെ 100 കണക്കിന് ചിലവുകൾ വരും. ആ വരുന്ന അഡീഷണൽ ചിലവുകളൊക്കെ ക്ലെയിം ചെയ്യുന്നത് 37 വഴിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറുകളെല്ലാം 37 വഴിയാണ് ക്ലെയിം ചെയ്യുന്നത്. സ്പെഷ്യലായിട്ട് വരുന്ന ഡിഡക്ഷൻസ് 30 തൊട്ട് 36 വരെ. അതാണ് 30 to 36 സ്പെസിഫിക് ഡിഡക്ഷൻ, 37 ജനറൽ ഡിഡക്ഷൻ. 30 തൊട്ട് 36 വരെയുള്ള സെക്ഷൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാമെന്ന് കൃത്യമായി പേരെടുത്ത് പറയും. എക്സ്പെൻസിന്റെ പേരടക്കം പറയും. പക്ഷെ 37 എക്സ്പെൻസിന്റെ പേരല്ല പറയുന്നത്, പകരം ഒരു കൂട്ടം കണ്ടീഷൻസ് ആണ്. ഒരു 3-4 കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഏത് എക്സ്പെൻഡിച്ചറും PGBP ക്ലെയിം ചെയ്യാം. അതാണ് ജനറൽ ഡിഡക്ഷന്റെ പ്രത്യേകത. അപ്പോൾ സ്പെസിഫിക് ഡിഡക്ഷനും ജനറൽ ഡിഡക്ഷനും രണ്ടും വ്യത്യാസമാണ് കേട്ടോ. 30 to 36 ആണ് സ്പെസിഫിക് ഡിഡക്ഷൻ, 37 ആണ് ജനറൽ ഡിഡക്ഷൻ. 30 തൊട്ട് 36 വരാത്ത എക്സ്പെൻസുകൾ ട്രൈ ചെയ്യാനാണ് 37. 37 എക്സ്പെൻസിന്റെ പേര് പറയില്ല, കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് എന്ത് എക്സ്പെൻഡിച്ചറും 37 നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. 37ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഏതൊരു എക്സ്പെൻഡിച്ചറും PGBP ക്ലെയിം ചെയ്യാം, ട്രൈ ചെയ്യാം. ശരി, 37 കഴിഞ്ഞാൽ അടുത്ത് 37ന്റെ താഴെയുള്ള സെക്ഷൻ 37 2B എന്ന് പറയുന്ന സെക്ഷൻ, അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കാണ് സ്പെസിഫിക് ഡിസലവൻസ് എന്ന് പറയും. ഈ സ്പെസിഫിക് ഡിസലവൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്പെസിഫിക് ഡിസലവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30 മുതൽ 37 വരെ PGBP ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെൻസ്, ഒരു ഡിഡക്ഷൻ. ബട്ട് ആ എക്സ്പെൻസിന് ഇനി പറയുന്ന സെക്ഷൻസിൽ ചില കണ്ടീഷൻസും കൂടി അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ കണ്ടീഷൻസ് പറയും. ആ എക്സ്ട്രാ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിച്ചാൽ ആ എക്സ്പെൻസ് അനുവദിക്കത്തില്ല, തരില്ല. എന്ന് വെച്ചാൽ PGBP ഇൻകം കാണാൻ സമയത്ത് നമ്മുടെ സെയിൽസ് പോലുള്ള ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുന്ന സമയത്ത് ചില എക്സ്പെൻസുകൾ തരൂല, അനുവദിക്കത്തില്ല. അപ്പോൾ ക്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്ലെയിം ചെയ്താൽ അതിന് ഡിപ്പാർട്ട്മെന്റ് ഡിസലോ ചെയ്യും, എന്ന് വെച്ചാൽ സമ്മതിച്ച് തരത്തില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസലവൻസ്. അപ്പോൾ സ്പെസിഫിക് ഡിസലവൻസ് 37 2B സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ 38 ഒരു ചെറിയ ഡിസലവൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 40 ആണ്. 40 40 സ്മോൾ ലെറ്റർ A 1 വരാം, പിന്നെ 40 സ്മോൾ ലെറ്റർ A 1A വരാം, പിന്നെ 40 സ്മോൾ ലെറ്റർ A 40A 2 വരാം, പിന്നെ 40A 2B വരാം, പിന്നെ 40A 3 ഉണ്ട് നമ്മുടെ സിലബസിൽ, പിന്നെ 40A 4 ഉണ്ട് നമ്മുടെ സിലബസിൽ, പിന്നെ 40A 5. ഇത്രയും സ്മോൾ ലെറ്റർ 40A ആണ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ A വരുമ്പോൾ 40A 2 ഉണ്ട്, 40A 3 ഉണ്ട്, 40A 3A ഉണ്ട്, 40A 7 ഉണ്ട്, പിന്നെ 40A 9 ഉണ്ട്, പിന്നെയോ 43B ഉണ്ട്. അപ്പോൾ ഇത്രയും 43B വരെ സ്പെസിഫിക് ഡിസലവൻസ് ആണ്. അപ്പോൾ സ്പെസിഫിക് ഡിസലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ PGBP അത് ക്ലെയിം ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ ക്ലെയിം ചെയ്താലും ഡിസലോ ചെയ്യും. അതാണ് സ്പെസിഫിക് ഡിസലവൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 37 സബ്സെക്ഷൻ 2B സ്പെസിഫിക് ഡിസലവൻസ് തുടങ്ങുന്നത്. അത് തീരുന്നത് 43B 43B എത്തുമ്പോഴാണ് തീരുന്നത്. ഇതിനിടയ്ക്ക് 41 എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് നമുക്കറിയാം. 41 എന്ന് പറഞ്ഞാൽ ഡീംഡ് പ്രോഫിറ്റ് ആണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ചാർജബിലിറ്റിയുടെ പാർട്ടിൽ വരുന്നതാണ് ഈ 41. അപ്പോൾ 42 എന്നൊരു സെക്ഷൻ നമ്മുടെ സിലബസിൽ ഇല്ല. പിന്നെ 40 മൊത്തം ഡിസലവൻസുകളാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ 43B ഡിസലവൻസ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ചില സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നോർമൽ കമ്പ്യൂട്ടേഷനോട് ബന്ധപ്പെട്ടല്ലാതെ എക്സ്ട്രാ വരുന്ന പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ്, സ്പെസിഫിക് പ്രൊവിഷൻസ് എന്ന് പറയും. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 43CA എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കാനുണ്ട്, 43A എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കാനുണ്ട്, പിന്നെ 44AA ഇൻകം ടാക്സിൽ PGBP വരുമാനമുള്ള വ്യക്തികൾ എന്തൊക്കെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, കമ്പൽസറി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയും, 44AA. പിന്നെ 44AB കമ്പൽസറി ടാക്സ് ഓഡിറ്റ്, ആരൊക്കെ നിർബന്ധമായിട്ട് ബുക്ക് ഓഡിറ്റ് ചെയ്യണം, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് ഇൻകം ടാക്സിൽ PGBP കമ്പൽസറി ഓഡിറ്റ് വരുന്ന എപ്പോഴാണ്, അതാണ് 44AB ടാക്സ് ഓഡിറ്റ്. അത് കഴിഞ്ഞാൽ സെക്ഷൻ 44AD പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, 44ADA പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ പ്രൊഫഷണൽസ്, 44AE പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ ട്രക്ക് ഓപ്പറേറ്റേഴ്സ്, ലോറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ 3 വ്യക്തികളുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷനാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ 43CA എന്ന് പറഞ്ഞാൽ ലാൻഡും ബിൽഡിങ്ങും വിൽക്കുന്ന റിയൽ എസ്റ്റേറ്റുകാരെ അട്രാക്ട് ചെയ്യുന്ന പ്രൊവിഷനാണ്. അവരെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപകടമായ ഒരു സെക്ഷനാണ് 43CA. 43A എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്ത് നിന്ന് അസറ്റ് മേടിച്ചിട്ട് പേയ്മെന്റ് ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കുമ്പോൾ, അതായത് പേയ്മെന്റ് പിന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ വരും. ആ എക്സ്ചേഞ്ച് ലോസ് വരാം, എക്സ്ചേഞ്ച് ഗെയിൻ വരാം. ആ വരുന്ന എക്സ്ചേഞ്ച് ലോസിനെയോ ഗെയിനിനെയോ നമ്മൾ അസറ്റിന്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് 43A.
44 മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. AB ടാക്സ് ഓഡിറ്റ് ആണ്. AD ADA AE പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന സ്കീമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പഠിക്കാനുള്ളത് 40B പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസുകളുടെ ഡീറ്റെയിൽസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണറിന് കൊടുക്കാം, പാർട്ട്നേഴ്സിന് വർക്കിംഗ് പാർട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം, അത് ഇൻകം ടാക്സിൽ എങ്ങനെ ഡീൽ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് 40Bയിൽ പഠിക്കാനുള്ളത്. 40BA എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സണിലെ മെമ്പേഴ്സിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് 40BAയിൽ പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കുറച്ച് റൂൾ പഠിക്കണം. റൂൾ 7A, പിന്നെ റൂൾ 7B, പിന്നെ റൂൾ 8, അങ്ങനെ ഒരു 3 റൂളുകൾ പഠിക്കണം. അതായത് കോമ്പോസിറ്റ് ഇൻകം എന്ന് പറയും. കോമ്പോസിറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകവും ബിസിനസ് ഇൻകവും കൂടി ചേർന്നിരിക്കുന്ന സിറ്റുവേഷൻ. അവിടെ ഈ കോമ്പോസിറ്റ് ഇൻകത്തിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് റൂളിൽ പറയുന്നത്. ആ റൂളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും ചേരുന്നതാണ് PGBP ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഹെഡ് പോലെ അല്ല. PGBP ചാപ്റ്റർ കുറച്ച് വലുതാണ്. ഇതിനകത്ത് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ നമ്പർ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണോ സാർ? നിർബന്ധമല്ല, പറ്റുമെങ്കിൽ പഠിക്കുക. സെക്ഷൻ നമ്പർ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ പഠിക്കുക. മാൻഡേറ്ററി അല്ല, സെക്ഷൻ നമ്പർ കമ്പൽസറി അല്ല. സെക്ഷൻ നമ്പർ എഴുതാത്തത് കൊണ്ട് ഒരുപാട് മാർക്കൊന്നും എക്സാമിനേഷന് കുറയ്ക്കത്തില്ല. പറ്റുമെങ്കിൽ എഴുതിയാൽ നല്ലതാണ്. കാരണം നമ്മൾ സെക്ഷൻ നമ്പറൊക്കെ വെച്ച് ആൻസർ ചെയ്താൽ അവിടെ നമുക്ക് ആ സബ്ജക്റ്റിൽ ഒരു അതോറിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് വാല്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു ഇംപ്രഷൻ ആയിരിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് സെക്ഷൻ നമ്പർ കമ്പൽസറി അല്ല. പറ്റുമെങ്കിൽ പഠിക്കുക. അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് എങ്കിലും പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് PGBP എന്ന് പറയുന്ന ചാപ്റ്ററിന് അതൊക്കെ പഠിക്കാനുള്ളത്. PGBP ചാപ്റ്ററിന് ഞാൻ പല പാർട്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ചാർജബിലിറ്റിക്കകത്ത് 2 സെക്ഷൻ 28, 41. കമ്പ്യൂട്ടേഷനകത്ത് ഒറ്റ സെക്ഷൻ 29, 2 മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കമ്പ്യൂട്ടേഷൻ സെക്ഷൻ 29 നമുക്ക് ഇപ്പോൾ പഠിക്കാൻ കഴിയുകയില്ല. കാരണം അത് ഈ ചാപ്റ്ററിന്റെ ഒരുവിധം അറ്റ്ലീസ്റ്റ് 43B വരെയുള്ള സെക്ഷൻ സ്പെസിഫിക് ഡിസലവൻസ് വരെയുള്ള ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കമ്പ്യൂട്ടേഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുവരെ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സെക്ഷൻ 29 ആണ് കമ്പ്യൂട്ടേഷനെ പറ്റി പറയുന്നത്. കമ്പ്യൂട്ടേഷനെ പറയുന്നത് വേറൊന്നുമല്ല, 28ലെയും 41ലെയും ഇൻകം എടുത്തിട്ട് 30 മുതൽ 37 വരെയുള്ള എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് PGBP. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് 2 മെത്തേഡുകൾ. നേരിട്ടുള്ള രീതി ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. സ്പെസിഫിക് ഡിഡക്ഷൻ അത് കഴിഞ്ഞാൽ 30 മുതൽ 37 വരെയാണ്. ഓരോ സെക്ഷനും ഈച്ച് 1 by 1 ഓരോ സെക്ഷനും നമ്മൾ കൃത്യമായി പഠിച്ചു പോകണം. 37 വരെ ഡിഡക്ഷനാണ്. 37 2B മുതൽ 43B വരെ ഒരു ഡിഡക്ഷൻ തരില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിഡക്ഷനേക്കാളും അത് വേണ്ട അത്രയും തന്നെ വരുന്നുണ്ട് ഡിസലവൻസുകളും. അത്രയ്ക്ക് പ്രൊവിഷൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡിസലവൻസ് ഉണ്ട്. അപ്പോൾ ഡിസലവൻസുകൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡിസലവൻസിന്റെ അർത്ഥം ഒരു എക്സ്പെൻസ് PGBPക്കകത്ത് എക്സ്പെൻസ് ആയിട്ട് അനുവദിക്കാത്ത സിറ്റുവേഷൻ തരില്ല എന്ന് പറയുന്നതാണ് ഡിസലവൻസ്. അപ്പോൾ ഡിസലവൻസ് നമ്മൾ 37 തൊട്ട് 43B വരെ ഡിസലവൻസ് പഠിക്കും. 43B വരെയുള്ള ഡിസലവൻസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, അവെയർ ആയി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഷനിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് കമ്പ്യൂട്ടേഷൻ ചെയ്യാം. കാരണം 43Bക്ക് ശേഷമുള്ളതൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുവരെയുള്ള പ്രൊവിഷൻസിൻ്റെ ആയിട്ട് അതിന് ഡയറക്റ്റ് ബന്ധമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതാണ് സ്പെഷ്യൽ പ്രൊവിഷൻ എന്ന് ഞാൻ വിളിച്ചത്. അതേ 43CA റിയൽ എസ്റ്റേറ്റ് ബാധിക്കുന്നതാണ്. 43A എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് അസറ്റ് മേടിച്ചിട്ട് പേയ്മെന്റ് പിന്നെ കൊടുക്കുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. 44AA കമ്പൽസറി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. 44AB ടാക്സ് ഓഡിറ്റ് ആണ്. AD ADA AE എന്ന് പറയുന്നത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന പ്രൊവിഷനാണ്. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അപ്പോൾ 43CA പ്രോപ്പർട്ടി ഡീലേഴ്സ് ലാൻഡും ബിൽഡിംഗും വിൽക്കുമ്പോൾ അട്രാക്ട് ചെയ്യുന്ന സെക്ഷൻ. 43A വിദേശ രാജ്യത്ത് നിന്ന് അസറ്റ് മേടിച്ചിട്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ വന്നാൽ അപ്ലൈ ചെയ്യുന്ന സെക്ഷൻ. 44AA ഇൻകം ടാക്സിനകത്ത് നിർബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴാണ് ലീഗലി കമ്പൽസറി ആയിട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 44AA. 44AB നിർബന്ധമായി ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ആരൊക്കെ? 44AD ADA AE പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലൊന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാ സെക്ഷൻസും പരിഗണിച്ചുകൊണ്ട് കമ്പ്യൂട്ടേഷൻ ഒന്നും ചെയ്യാതെ ഒരു മിനിമം പെർസെൻറ്റേജ് ഇൻകം ഡിക്ലെയർ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്ന് പറയും. 40B എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെയും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പിനെയും ഇൻകം ടാക്സിനകത്ത് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെയും സ്പെഷ്യൽ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. പാർട്ട്ണർ ഇട്ട ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കാം. ആ ഇൻട്രസ്റ്റിന് ഒരു എക്സ്പെൻസ് ആയിട്ട് ചിലവായിട്ട് ഫേമിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അനുവദിക്കും. അതുപോലെ വർക്ക് ചെയ്യുന്ന പാർട്ണർ, വർക്കിംഗ് പാർട്ണർക്ക് ഈ ഫേമിനോ LLPക്കോ റെമ്യൂണറേഷൻ കൊടുക്കാം. ആ കൊടുക്കുന്ന റെമ്യൂണറേഷൻ പാർട്ണർഷിപ്പ് ഫേമിന്റെ LLPയുടെയോ PGP ഇൻകം അറൈവ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ 2 സ്പെഷ്യൽ ഡിഡക്ഷൻസ് ആണ് 40B എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. 40BA എന്ന് പറയുന്ന സെക്ഷനിൽ പാർട്ണർഷിപ്പ് ഫേമിന്റെയും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന്റെയും സ്ഥാനത്ത്
അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOP ആണ് എന്നുണ്ടെങ്കിൽ ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റോ റെമ്യൂണറേഷനോ കൊടുത്താൽ അനുവദിക്കത്തില്ല. നേരെ തിരിച്ചാണ്. 40B ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് 40BA. 40B പാർട്ണർഷിപ്പ് ഫേമിനും ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിനും ആണെങ്കിൽ 40BA അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നവർക്കാണ്. അപ്പോൾ ആ പ്രൊവിഷനാണ് 40BA. ലാസ്റ്റിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് ടീ, കോഫി, റബ്ബർ അല്ലെങ്കിൽ ടീ, ചായപ്പൊടി, തേയില എസ്റ്റേറ്റ് കൊണ്ട് അതിൽ തേയില പ്ലക്ക് ചെയ്ത് തേയിലപ്പൊടി ഉണ്ടാക്കുന്നു. ടീ, കോഫി, കാപ്പിക്കുരു പ്രോസസ്സ് ചെയ്ത് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നു. ചിലപ്പോൾ അതിൽ ചിക്കറി എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യുന്നു, ചിലപ്പം ചിക്കറി ആഡ് ചെയ്യാതെ വിൽക്കുന്നു. അപ്പോൾ കോഫിയുടെ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ചായയുടെ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് റബ്ബറിൻ്റെ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഗ്രോയിങ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, ബിസിനസ് ഉണ്ട്. നമുക്കറിയാം ബേസിക് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പോയിന്റാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച് അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യയിൽ എക്സംപ്റ്റ് ആണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അനുസരിച്ച്. അതുകൊണ്ട് അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 10(1) പ്രകാരം അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ ടീ, കോഫി, റബ്ബറിൻ്റെ ഒക്കെ കേസുകളിൽ ഗ്രോയിങ്ങും മാനുഫാക്ചറിങ്ങും ഒരുമിച്ച് വരുമ്പോൾ ഇൻകത്തിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേർന്നിരിക്കുകയാണ്. അതിനകത്ത് അഗ്രികൾച്ചർ ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ഈ ചേർന്നിരിക്കുന്ന കോമ്പോസിറ്റ് ഇൻകത്തിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻകം ടാക്സിന്റെ റൂൾസ് ആണ് റൂൾ 7, 7A, 7B, 8. റൂൾ 7 ഉണ്ട്. അപ്പോൾ റൂൾ 7, റൂൾ 7A, റൂൾ 7B, റൂൾ 8. ഇപ്പോൾ ഈ റൂൾ പ്രകാരം നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, അതിന്റെ റേഷ്യോ എങ്ങനെയാണ്, അതിന് ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ. സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ലാത്ത കേസിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, പിന്നെ റേഷ്യോ എന്താണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് കോമ്പോസിറ്റിംഗ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിക്കുക. ഇത്രയും ചേരുന്നതാണ് PGBP. അപ്പോൾ ശരിക്കും നമ്മൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം, കാര്യമായിട്ട് പഠിക്കണം. ബാക്കിയുള്ള നമ്മുടെ 4 ഹെഡുകൾ പോലെ അല്ല. PGBP എന്ന് പറയുന്നത് വളരെ വലിയ ഹെഡാണ്, ലെങ്തി ഹെഡാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ആൾക്കാർ പേ ചെയ്യുന്നത് ഈ ഇൻകത്തിനാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏൺ ചെയ്യുന്ന ഇൻകം ഇത് തന്നെയാണ്, PGBP ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലുതാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഈ ഹെഡിന്റെ മറ്റൊരു പ്രത്യേകത, ഹെഡിന്റെ പേരെന്താ, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ചുരുക്കി വിളിക്കുന്ന പേര് PGBP എന്നല്ലേ. അതിന്റെ ഫുൾ ഫോം എന്താ, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നാണ്. അതാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, ബിസിനസ്സുകാരെയും പ്രൊഫഷനെയും ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രൊഫഷനാണ്, അഡ്വക്കേറ്റ് പ്രൊഫഷനാണ്, ഡോക്ടർ പ്രൊഫഷനാണ്, ആർക്കിടെക്ട് പ്രൊഫഷനാണ്. നോക്കൂ, പ്രൊഫഷണൽസിനെയും ബിസിനസ്സുകാരെയും ഒരുപോലെ കാണുവാണ്. അപ്പൊ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സുകാരെയും പ്രൊഫഷണൽസിനെയും ഒരുപോലെ കാണുന്നു, രണ്ടുപേരെയും ഒന്നായിട്ട് കാണുന്നു. അപ്പോൾ ബിസിനസ്സുകാരെയും പ്രൊഫഷണൽസിനെയും ഇൻകം ടാക്സിൽ ഒറ്റ ഹെഡാണ് PGBP. ബിസിനസ് എന്ന് പറഞ്ഞാലോ, ചെറിയ മുറുക്കാൻ കട ഇട്ടിരിക്കുന്ന ഒരു കുഞ്ഞു കട ഇട്ടിരിക്കുന്ന ആളും അതും ബിസിനസ് ചെയ്യണം. ഒരു കുഞ്ഞ് ഫാൻസി സ്റ്റോർ ഇട്ടിരിക്കുന്നു, ഒരു സ്റ്റേഷനറി കട ഇട്ടിരിക്കുന്നു, അത് ബിസിനസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രൊഫഷനാണ്. റിലയൻസ് അംബാനി പ്രൊഫഷനാണ്, ബിസിനസ്സാണ്. ടാറ്റ ബിസിനസ്സാണ്. അപ്പോൾ നോക്കൂ, ഹരീഷ് സാൽവേ പ്രൊഫഷണലാണ്, വലിയ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നോക്കൂ, ചെറിയ രീതിയിലെ കടയായാലും വലിയ വലിയ മാനുഫാക്ചറേഴ്സ് ആയാലും ഇവരെല്ലാവരെയും വരുന്ന ഒറ്റ ഹെഡ് PGBP ആണ്. എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. പൊതുവേ ബിസിനസ്സുകാരെയും പ്രൊഫഷണൽസിനെയും ഇൻകം ടാക്സിൽ ഒരേ ട്രീറ്റ്മെന്റ് ആണ്. ചില ഏരിയയിൽ മാത്രം ബിസിനസ്സുകാരും പ്രൊഫഷണൽസ് തമ്മിലും വ്യത്യാസമുണ്ട്. അതർവൈസ് രണ്ടുപേരും ഒരുപോലെയാണ് കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആംഗിളിൽ PGBP ചാപ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസി പ്രകാരം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ട്രേഡിംഗ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ വരും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് വരും, പിന്നെ നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ കോൺസെപ്റ്റ്. പക്ഷേ വെൻ ഇറ്റ് ഈസ് കം ടു ദ ഇൻകം ടാക്സ് ലോ, ഇൻകം ടാക്സ് ലോയിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഇൻകത്തിനെ നമ്മൾ 5 തരംതിരിക്കുകയല്ലേ. 1 സാലറി, 2 ഹൗസ് പ്രോപ്പർട്ടി, 3 PGBP, 4 ക്യാപിറ്റൽ ഗെയിൻ, 5 ഇൻകം ഫ്രം അതർ സോഴ്സ്. അക്കൗണ്ടൻസിയിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അക്കൗണ്ടൻസിയിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ PGBP ഹെഡിൽ വരുന്ന മാത്രമല്ല, ഹൗസ് പ്രോപ്പർട്ടി പോകേണ്ട ഇൻകവും അതർ സോഴ്സിൽ പോകേണ്ട ഇൻകവും ക്യാപിറ്റൽ ഗെയിനിൽ പോകേണ്ട ഇൻകം ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഇൻകത്തിനൊക്കെ എടുത്ത് മാറ്റി നമ്മൾ കൺസേൺഡ് ഹെഡിൽ കൊണ്ടുപോയി PGBPയിൽ വരേണ്ടത് മാത്രം ഇവിടെ എടുക്കും. അതാണ് അക്കൗണ്ടൻസിയും ഇൻകം ടാക്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അക്കൗണ്ട്സിൽ എല്ലാം കൂടെ ഒറ്റ ഇൻകം സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ബട്ട് ഇൻകം ടാക്സിൽ ഇൻകം 5: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. 5 നമ്മൾ മാറ്റുമോ? അപ്പൊ അക്കൗണ്ട്സിലാകെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഉള്ളൂ. അപ്പൊ അക്കൗണ്ടൻസിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് ഇൻകം ടാക്സിലെ PGBP ഇൻകം കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് കമ്പ്യൂട്ടേഷൻ. ഇതാണ് ഇതിന്റെ ആദ്യന്തിക അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത് അതാണ്. ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് പറ്റേണ്ടത് എന്താ, അക്കൗണ്ടൻസി പ്രകാരം പ്രിപ്പയർ ചെയ്ത ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെയോ
അതല്ലെങ്കിൽ ഒരു 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 പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUFൻ്റെയോ അവരുടെ ട്രഡീഷണലി അക്കൗണ്ട്സ് പ്രകാരം അവർ പ്രിപ്പയർ ചെയ്ത മാനുഫാക്ചറിങ് ട്രേഡിംഗ് P&L അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് തരും. അത് തന്നിട്ട് ക്വസ്റ്റ്യനിൽ തരും. തന്നിട്ട് നിങ്ങളടുത്ത് പറയും കമ്പ്യൂട്ട് ദ PGBP ഇൻകം ഓഫ് ദി അസസി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ PGBP ഇൻകം കാണേണ്ടി വരും. അപ്പോൾ ആ PGBP ഇൻകം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റാണ്, അതാണ് നമ്മുടെ ഈ ഹെഡിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടൻസിയിലെ ഇൻകം ടാക്സിൽ ഇൻകം ആവണമെന്നില്ല, അക്കൗണ്ട്സിലെ എക്സ്പെൻസ് ഇൻകം ടാക്സിലെ എക്സ്പെൻസ് ആവണമെന്നില്ല. അപ്പോൾ അക്കൗണ്ടൻസിയിലെ റൂൾ അല്ല ഇൻകം ടാക്സിലെ റൂള്. അപ്പോൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്ന മാനുഫാക്ചറിങ് ട്രേഡിംഗ് P&L അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് അല്ല. ആ നെറ്റ് പ്രോഫിറ്റ് അക്കൗണ്ട്സിലെ പ്രോഫിറ്റാണ്. ബട്ട് ഇൻകം ടാക്സിൽ അതായിരിക്കത്തില്ല. നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് നമ്മൾ PGBP കമ്പ്യൂട്ട് ചെയ്ത് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് അക്കൗണ്ട്സിലെ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായാലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ പുറത്തല്ല ഇന്ത്യയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു കച്ചവടക്കാരൻ്റെ ബിസിനസ്സുകാരൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ അവൻ്റെ അക്കൗണ്ടൻസിയിലെ നെറ്റ് പ്രോഫിറ്റ് അല്ല. പിന്നെയോ ആ അക്കൗണ്ടൻസിയിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്തെടുക്കും ഒരു ഇൻകം. ആ കമ്പ്യൂട്ട് ചെയ്യുന്ന ഇൻകത്തിന്റെ പേരാണ് PGBP. അത് കമ്പ്യൂട്ട് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, നേരിട്ട് നമ്മൾ PGBP കണ്ടുപിടിക്കുന്നു. 2 ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ പ്രിപ്പയർ ചെയ്ത P&L അക്കൗണ്ടിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഇൻകം ടാക്സിലെ PGBP ആക്കി മാറ്റുന്ന പ്രോസസ്സ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അതല്ല നേരിട്ട് അക്കൗണ്ടൻസിലെ P&L നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഒരു ഇൻകം കണ്ടുപിടിച്ചെടുക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ്. പക്ഷേ അക്കൗണ്ട്സിലെ നെറ്റ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫോം ചെയ്തെടുത്താൽ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. കാരണം നമുക്ക് ഒന്നേന്ന് ഇൻകം ടാക്സിന് വേണ്ടി ഒരു ഇൻകം കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം അക്കൗണ്ട്സിലെ ആ നെറ്റ് പ്രോഫിറ്റിനെ കൺവേർട്ട് ചെയ്ത് ഇൻകം ടാക്സിലെ PGBP ആക്കി മാറ്റുന്നതാണ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാനുള്ളത്. ഈ അക്കൗണ്ട്സിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അക്കൗണ്ടൻസിയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IND AS അപ്പോൾ ലെവൽ 1 അല്ലെങ്കിൽ അത്രയും വലിയ കമ്പനികൾക്ക് IND AS ഫോളോ ചെയ്യണം, അല്ലാത്തൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ IND AS ഫോളോ ചെയ്തിട്ടാണ് അക്കൗണ്ട്സിലെ മാനുഫാക്ചറിങ് ട്രേഡിംഗ് P&L ഒക്കെ ഇൻകം കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഇൻകം ടാക്സിൽ വരുമ്പോൾ ഇൻകം ടാക്സിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ICDS. ICDSന്റെ ഫുൾ ഫോം ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോസർ സ്റ്റാൻഡേർഡ്സ് എന്നാണ് ഈ ICDSന്റെ ഫുൾ ഫോം. അപ്പോൾ ICDS എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICDS. അപ്പം ICDS പലപ്പോഴും നമ്മുടെ എക്സാമിനേഷന് ICDSന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആംഗിൾ മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ICDSന് നമുക്ക് അറിയാനില്ല. അപ്പം ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോസർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു 10 ICDS ഉണ്ട്. എന്ന് വെച്ചാൽ ടാക്സ് കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ടാക്സിൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ, അതായത് PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കമ്പ്യൂട്ടേഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ICDSന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോസർ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ 30 തൊട്ട് 37 വരെയുള്ള എക്സ്പെൻസ്, 40 തൊട്ട് 43 ഡിസലവൻസ്, ഇതൊക്കെ ചെയ്യുന്നൊക്കെ ശരി തന്നെ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ആ ഇൻകം ഉണ്ടല്ലോ, അന്നേരം അവിടെ കുറച്ച് എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കത്തില്ല ഇൻകം ടാക്സിലെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകം ടാക്സിൽ ICDS എന്നൊരു സാധനമുണ്ട്. ഇൻകം കോമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോസർ സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ബട്ട് ICDS നമ്മുടെ സിലബസിൽ ശരിക്കും ഇല്ല. ICDS 1 to 10 വരെയുള്ള ICDSന്റെ ജസ്റ്റ് പേര് മാത്രമേ പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അറ്റ് ദ ഫൈനൽ ലെവൽ, CA ഫൈനൽ ലെവലിലാണ് ICDSന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്റർ ലെവലിൽ ICDSന്റെ പിന്നെ 10 ICDSനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ICDS 1 തൊട്ട് 10 വരെയുള്ള ആ കോൺസെപ്റ്റ് മാത്രമേ, അതായത് ICDSൽ എന്തൊക്കെ ഉണ്ട്, 10 ICDS ഏതൊക്കെയാണ്, അത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അല്ലാതെ ഓരോ ICDSന്റെ ഇമ്പാക്റ്റ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിനെ പറ്റി ഓവറോൾ ഐഡിയ. അപ്പോൾ നമ്മൾ 15 തൊട്ട് 17 വരെ സാലറി പഠിച്ചു. അതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്, ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഏരിയ ആയിട്ട് നമ്മൾ പഠിച്ചല്ലോ. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോയി. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കോൺസെപ്റ്റുകൾ പഠിച്ചു, അത് കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് പോകുന്നു. അതുപോലെ PGBPയും പഠിക്കുക, കൃത്യമായി തിയറി പഠിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. ഇതൊരു ലോ ആണ്, ആദ്യം ആ ലോ മനസ്സിലാക്കിയിട്ട് റിയൽ ലൈഫിൽ പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഒരു വലിയ ഹെഡാണ്. PGBP ഏറ്റവും വലിയ ഹെഡാണ്. 28 തുടങ്ങി 44 തീരുന്നത്. ഇതിനിടയിലുള്ള അത്യാവശ്യം ഒരുവിധമുള്ള എല്ലാ സെക്ഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ചില സെക്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട് അവർ, ഒഴിവാക്കിയ സെക്ഷൻ അതിനകത്ത് എഴുതിയിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ള ഇത്രയും സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതാണ് PGBP ചാപ്റ്ററിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. ഓരോ സെക്ഷൻ ഇതിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന കംപ്ലീറ്റ് സെക്ഷൻസും നമ്മൾ പഠിക്കും. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യും, ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യും.
നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തറവാവും. ഓരോ കഴിയുമെങ്കിൽ നമ്മുടെ ബാക്കി ചാപ്റ്റർ പോലെയല്ല, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബെറ്റർ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും ബുദ്ധി. കാരണം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ ഒരുപാട് ലോഡായി പോകും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കും എത്തിക്കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതുവരെയുള്ള പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. ഇതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഈ ചാപ്റ്ററിനകത്ത് ഉദ്ദേശിക്കുന്നത്.